അതായത് സാമകാലിക അത് പോയി എന്തൊക്കെയോ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്. എടാ സായി സീക്രട്ട് ഏജന്റ് സുഖമാണല്ലോ അവിടെ ഇങ്ങനെ ഇരുന്ന് AC ഒക്കെ ഇട്ട് ഫോൺ ചുമ്മാ വെച്ച് ഡയലോഗ് അടിക്കാൻ. കൊള്ളാം കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് നല്ല സുഖമുണ്ട്. സീക്രട്ട് ഏജന്റിന്റെ സ്റ്റൈൽ കാറിനകത്ത് തിരിയുക, റിവ്യൂ ചെയ്യുക. ഒരു സ്റ്റിയറിംഗും ഗിയർ ബോക്സും ഒരു സോഫയും കിട്ടിയാൽ മതി. സോഫയല്ല സീറ്റ്. അതിന് ഒരു ബീൻ ബാഗ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പം ഐ ഹാവ് എ വെരി ബിഗ് ഡൗട്ട്. ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ടേം സ്ത്രീകൾക്ക് കമന്റ് വരുമ്പോഴും അവരുടെ ഇൻബോക്സിൽ പോയിട്ട് ആരെങ്കിലും തെറി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിന് ആരെങ്കിലും വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ മാത്രമാണോ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ടേം ഭയങ്കര റെലവന്റ് ആയിട്ട് സൊസൈറ്റി ഏറ്റെടുക്കുന്നത്? ആണുങ്ങൾക്ക് ഈ സൈബർ അറ്റാക്ക് വരാറില്ലേ? ആണുങ്ങൾക്ക് വരുന്ന കമന്റോ ഇൻബോക്സിൽ വരുന്ന തെറിയോ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്കുകളോ സൈബർ അറ്റാക്ക് അല്ലേ? അതപ്പത്തേക്ക് മാസാണ്. അത് ഞാനുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലേടേ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. കാരണമൊന്നുമില്ല. നമുക്ക് അനുഭവം വരുമ്പോഴാണല്ലോ നമ്മൾ ചിന്തിക്കുക. അതായത് നമ്മൾ വേറൊരാൾക്ക് എസ്പെഷ്യലി ഗേൾസിന്റെ ഒക്കെ മാറ്റേഴ്സിൽ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഓക്കെ, എന്തിനിത് ചെയ്യുന്നു, വൈ എന്നുള്ളതൊക്കെ. പക്ഷെ നമുക്കെതിരെ ആണുങ്ങൾക്കെതിരെ എസ്പെഷ്യലി നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ആണുങ്ങളെ പറയുന്നത്, നമുക്കെതിരെ വരുന്ന സമയത്ത് ആണുങ്ങളടക്കം ഒരുത്തനും അത് സൈബർ അറ്റാക്ക് ആയിട്ട് കൂട്ടുന്നില്ല. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഗണത്തിലും പെടില്ല. അത് സൈബർ അറ്റാക്ക് അല്ല. ആണുങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ ആണുങ്ങളാണ് ഏറ്റവും സ്ട്രോങ്. ഇതൊക്കെ വിചാരിച്ചിട്ടാണോ? അതോ ഇനി ഇതിനെ കുറിച്ച് പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ മാത്രം സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിച്ചാൽ മതി പറഞ്ഞിട്ട്? അത് ഈവൻ സ്ത്രീകൾ പോലും ഒരാണിനാരെങ്കിലും ഒരു കൂട്ടം ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ. ബട്ട് വൈ? കുറെ പേര് അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളൊക്കെ സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കും. സ്ത്രീകളുടെ കേസ് വരുമ്പോൾ, ആണുങ്ങളുടെ കേസ് വരുമ്പോൾ എന്തുകൊണ്ട് അത് സൈബർ അറ്റാക്ക് ആവുന്നില്ല? അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ആണുങ്ങളുടെ കേസിൽ റെലവെന്റ് ആവുന്നില്ല? ബട്ട് വൈ? ക്വസ്റ്റ്യൻ അല്ലേ?